ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇപ്പം നമ്മളുള്ളത് ഗുരുവായൂരാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് 3 in the morning ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ബ്രൈഡിനെ റെഡിയാക്കാൻ വേണ്ടി ബ്രൈഡിൻ്റെ റൂമിലോട്ട് പോവാണ്. ഡോറ് തുറന്ന് വന്നപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നത് റൂബിക്കുട്ടിയാണ്, ആസ് യു ഓൾ നോ. പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് രഹനയാണ്. രഹനയുടെ വെഡ്ഡിംഗ് മേക്ക് ഓവറിന്റെ ഷോർട്ട് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഷോർട്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ആ വീഡിയോസ് കാണാം. സോ നമ്മൾ രഹനയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മൾ ഹെയർ പ്രെപ്പ് ചെയ്തു, ക്രിംപ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രഹനേനെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടെന്ന് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 years മുന്നേ ഒരു വർക്ക് ഒരുമിച്ച് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഫോട്ടോഷൂട്ട്. അതും ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ്. ഓൾറെഡി 2 years മുന്നേ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് കുറേ പേര് വിചാരിച്ചത് അതാണ് രഹനയുടെ ബ്രൈഡൽ ലുക്ക് എന്നാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഐ മേക്കപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലെൻസ് വെച്ച് കൊടുത്തു. ഒരു ബ്രൗൺ കളർ ലെൻസാണ് കേട്ടോ രഹനയ്ക്ക് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഐ മേക്കപ്പിന് ബേസ് ആയിട്ട് ഒന്നില്ലെങ്കിൽ കൺസീലർ അല്ലെങ്കിൽ ഐ ഷാഡോ പ്രൈമർ ആണ് കേട്ടോ കൊടുക്കാറ്. സോ ഇന്ന് ഞാൻ ടാർട്ടിൻ്റെ കൺസീലർ ആണ് കേട്ടോ ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻ ദ ഷെയ്ഡ് മീഡിയം. ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പാലറ്റ്സ് ഇസ് ഫ്രം ദ ബ്രാൻഡ് ഹുഡ ബ്യൂട്ടി. സോ ഞാൻ ഫസ്റ്റ് ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ആ പാലറ്റിൽ തന്നെ ജ്യൂസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാനിവിടെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നത്. വൈപ്പ മോഷനിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഒട്ടും പാച്ചി ആവാണ്ട് എഡ്ജസ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ആൻഡ് ഞാൻ പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് കുറേ എടുത്ത് അപ്ലൈ ചെയ്യാറില്ല. കുറേശ്ശെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഗ്രാജുവലി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താണ് എപ്പോഴും ഞാൻ കൊടുക്കാറ്. ആ സെയിം പാലറ്റിൽ തന്നെ എറോസ് ആൻഡ് അൺടൈൻഡ് എന്ന് പറഞ്ഞ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ ഔട്ടർ വീല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡിങ് ഈസ് ദ കീ ടു എ ഗുഡ് ഐ മേക്കപ്പ്. പൊതുവേ ഞാൻ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലെൻഡിങ്ങിൽ എനിക്ക് കുറച്ച് ടൈം എടുക്കാറുണ്ട്. കാരണം പാച്ചി ആവാണ്ട് ഇരിക്കണമെങ്കിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡിങ് മാത്രമല്ല കേട്ടോ, നമ്മൾ കൊടുക്കുന്ന ബേസിലും കാര്യമുണ്ട്. കാരണം നമ്മൾ നല്ലൊരു ബേസ് കൊടുത്താലേ ഐ മേക്കപ്പും നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പാലറ്റിൽ സ്പൈസി എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് അപ്പർ ലാഷ് ലൈനിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ബ്രൈഡ്സിനും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പർ ലാഷ് ലൈനിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. രഹന ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐ മേക്കപ്പ് മതി എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹെവി ഡാർക്കായിട്ടല്ല ഐ ഷാഡോസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സെയിം പാലറ്റിൽ ഒരു ഷിമർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യം ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ പാലറ്റിലെ ഫ്ലവർ പവർ എന്ന് പറഞ്ഞ ഷിമർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഈ കൊടുക്കുന്നത്. ആൻഡ് അതിന് ടോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ Urban Decayയുടെ സിംഗിൾ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് സ്പേസ് കൗബോയ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ദാറ്റ് ഐ എവർ യൂസ്ഡ് ഓൺ മൈ ബ്രൈഡ്സ്. എൻ്റെ കറണ്ട് ഒബ്സെഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഈ ഒരു ഗ്ലിറ്റർ എൻ്റെ ബ്രൈഡ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ് കണ്ണിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. സോ നമ്മൾ രഹനയ്ക്ക് വെച്ച് കൊടുക്കുന്ന ലാഷസ് ഇസ് എ വെരി നാച്ചുറൽ ലുക്കിംഗ് ലാഷസ് ആൻഡ് ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് യൂറോ പാരിസ്. നമ്പർ ഇസ് 54 കേട്ടോ. പൊതുവേ ഞാൻ ഇങ്ങനെ കണ്ണെഴുതിയിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറ്. മിക്കപ്പോഴും എൻ്റെ ബ്രൈഡ്സിന് ഞാൻ കണ്ണെഴുതിയ ശേഷം ആ ജെൽ ലൈനർ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം രഹനയ്ക്ക് അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാണ്ട് നീറ്റായിട്ട് ലൈൻ ചെയ്തിട്ട് ഒരു വിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഭയങ്കര നീട്ടത്തിൽ വിങ് ആയിട്ടല്ല കേട്ടോ ഞാൻ വരച്ചത്, ഭയങ്കര കുട്ടിയായിട്ടാണ് ഞാൻ വരച്ചത്. ആൻഡ് ദ ജെൽ ലൈനർ ദാറ്റ് ഐ എം യൂസിങ് റൈറ്റ് നൗ ഇസ് ഫ്രം ദ ബ്രാൻഡ് ഇൻഗ്ലോട്ട് ഗൈസ്. ആൻഡ് ദ നമ്പർ ഇസ് 77. ഇൻഗ്ലോട്ടിൻ്റെ ജെൽ ലൈനർ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ജെൽ ലൈനർ. മാക്കിനേലും കൂടുതൽ എനിക്കിഷ്ടം ഇൻഗ്ലോട്ടിൻ്റെ ആണ് കേട്ടോ. ആൻഡ് മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിലും ഈ ഒരു ജെൽ ലൈനർ ഉണ്ടാവും കേട്ടോ. കണ്ണു തുറന്നേടാ, കണ്ണു തുറക്ക്, നന്നായിട്ട് തുറക്ക്. രഹനയുടെ ഐബ്രോസ് ഞാനിവിടെ ഭയങ്കര കട്ടിക്ക് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫില്ല് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യണത്. നല്ല കട്ടിക്ക് ഐബ്രോസ് ചെയ്താൽ ഫേസ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ബേസ് മേക്കപ്പ് തുടങ്ങാം. ആൻഡ് ആസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് എംബ്രോലസ്. മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതൊന്ന് സെറ്റായ ശേഷമാണ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കല്യാണ തിരക്കിൻ്റെ ഓട്ടം കാരണമാണെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ ഒരു ടാൻ ഉണ്ടായിരുന്നു രഹനയുടെ ഫേസിൽ. അല്ലാതെ വേറെ അധികം പിഗ്മെൻറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ ഫേസ് ഒന്ന് കളർ കറക്റ്റ് ചെയ്തു. ഡാർക്കർ ഷെയ്ഡ്സ് ഓഫ് കൺസീലേഴ്സ് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ കളർ കറക്ഷൻ ചെയ്തിരിക്കുന്നത്. രഹനയ്ക്ക് അങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ ഞാനൊരു സ്കിൻ ടോൺ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് അണ്ടർ ഐസ് ഞാൻ കൺസീൽ ചെയ്തത്. രഹനയുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ 2 ഷെയ്ഡ് ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ രഹനയ്ക്ക് ബേസ് കൊടുത്തത്. ഐ ഹാവ് മിക്സ് 2 ഫൗണ്ടേഷൻ. ഒന്ന് വന്ന് എസ്റ്റേ ലോഡറിൻ്റെയും പിന്നെ ഒന്ന് നാസിൻ്റെയും ഫൗണ്ടേഷനാണ് ഞാൻ ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്ന് അറിയോ? ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട്
ഈവൻലി പ്രൊഡക്റ്റ് ഫേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം ഒരു തിക്കർ ഡെൻസർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. ആൻഡ് ബ്ലെൻഡ് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെയും പാച്ചി ഫീൽ ഒന്നും വരാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത ശേഷം ലാസ്റ്റ്ലി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് എപ്പോഴും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ആൻഡ് ആസ് ഓൾവേസ് അപ്ലൈങ് മൈ ഫേവറേറ്റ് ബ്ലഷ് ഫ്രം ദ ബ്രാൻഡ് ന്യൂഡ് സ്റ്റിക്സ്. ഞാൻ ഷെയ്ഡ് നെയിം ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പാട്ട് ബ്ലഷ് അപ്ലൈ. ആൻഡ് നൗ ലോവർ ലാഷ് ലൈനിൽ ഞാൻ യൂസ് ചെയ്ത സെയിം മാറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ രഹനയ്ക്ക് ഒരു ബ്രൗൺ കാജലാണ് കേട്ടോ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ 3 മാറ്റ് ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ട്രാൻസിഷൻ ഷെയ്ഡായിട്ടും പിന്നെ ഔട്ടർ വീലൊക്കെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തില്ലേ, ആ എല്ലാ ഷെയ്ഡ്സും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡായിട്ട് അടിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നൗ ഫോർ ദ ലിപ്സ്, ഞാൻ ആദ്യം ഇവിടെ ഒരു ബ്രൗൺ ലിപ് ലൈനർ എടുത്തിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാൻ ലിപ്സ് ലൈൻ ചെയ്ത ശേഷം കംപ്ലീറ്റ്ലി ആ സെയിം ലിപ് ലൈനർ കൊണ്ട് ഫില്ല് ചെയ്യാണ്ട് എഡ്ജസ് മാത്രം ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ലിപ്സ് ലൈൻ ചെയ്ത ശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ആസ് ഓൾവേസ് ഐ ഹാവ് യൂസ് ലൈക്ക് 2-3 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഒരു 2 ഷെയ്ഡ്സ് എങ്കിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രൈഡ്സിനൊരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ബ്രൈഡ് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് അന്ന് അപ്ലൈ ചെയ്തെന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്താണല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എന്താ എല്ലാരും പല പേരായിരിക്കും അല്ലേ വിളിക്കുന്നത്? ആരാണിത് ഇന്നത്തെ താരം? അങ്ങനെ നമ്മുടെ മേക്കപ്പിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഒന്നും അല്ല കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഹെയർ നമ്മൾ ഫുള്ള് ബാക്കിലോട്ട് എടുത്തിട്ട് ടെക്സ്ചർ ലൈൻസ് കൊടുത്ത് എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ഞാൻ രഹനയ്ക്ക് ചെയ്ത് കൊടുത്തത്. രഹന ഓൾറെഡി എനിക്ക് കുറച്ച് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. പിന്നെ ഓൾറെഡി രഹനയ്ക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് മതി എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ലുക്കിന് മുല്ലപ്പൂ വേണ്ട ഹെയർ ആക്സസറീസ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമ്മുടെ ബ്രൈഡ് തന്നെയാണ് നമ്മളോട് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ടേൺ ഔട്ട് ടു ബി റിയലി ഗുഡ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഹെയറിന്റെ ബാക്ക് സൈഡ്. കളേർഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഹെയറിന്റെ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി ദി മേക്കപ്പ്, ദി ഹെയർ സ്റ്റൈൽ, ദി ഔട്ട്ഫിറ്റ്, ദി ജ്വല്ലറി, എവറിഥിങ് ടേൺ ഔട്ട് ടു ബി റിയലി ഗുഡ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷി ഗോട്ട് വാട്ട് ഷി വാണ്ടഡ്. നമ്മൾ രഹനയ്ക്ക് ചെയ്ത മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മേക്കപ്പ് ഫിക്സർ ലാസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ് ഈ മേക്കപ്പ് ഫിക്സർ എന്ന് അറിയണമെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. രഹനയ്ക്ക് ഞാൻ യൂസ് ചെയ്ത മിക്ക പ്രോഡക്ട്സും ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. ആൻഡ് ആ പ്രോഡക്റ്റ് ഏതാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡു കമന്റ് ഡൗൺ ബിലോ. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ 3 മണിക്ക് തുടങ്ങിയ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബ്രൈഡ് ഈസ് റെഡി. നമ്മുടെ ബ്രൈഡിന് ശേഷം നമ്മുടെ ഗ്രൂമിന് ഇവിടെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ബ്രൈഡ് ഫോട്ടോസ് എടുക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആവാനുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡ് രഹനയുടെ ഈ ഒരു കംപ്ലീറ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ എന്തായാലും എല്ലാവരും പറയണം. ഐ നോ സാധാരണ നമ്മുടെ ബ്രൈഡ്സ് ചൂസ് ചെയ്യുന്ന പോലെ ഉള്ളൊരു ലുക്കല്ല നമ്മുടെ ബ്രൈഡ് രഹന ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ സിമ്പിൾ ലുക്സ് പ്രിഫർ ചെയ്യുന്നവർ ആരൊക്കെയാണെന്നൊന്ന് പറയണേ. നമുക്ക് എത്ര പേരിടും നോക്കാം. രഹനയുടെ മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് ഒരുങ്ങണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ബ്രൈഡ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രത്യേകം രഹന എന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ സർവീസ് എവിടെയൊക്കെ അവൈലബിൾ ആണെന്നാണ്. നമ്മൾ കറന്റ് ഓൾ ഓവർ കേരള പോയി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ടീം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നോക്കുന്നില്ല. തിരിഞ്ഞാടാ. അങ്ങനെ രഹന റെഡിയായി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ റൂബി മോളായിട്ട് പോകാൻ പോകാൻ കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.